90 സീറ്റുകൾ ജയിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം സംസ്ഥാനത്തുണ്ട് എന്ന് കോൺഗ്രസിന്റെ നേതൃക്യാമ്പിൽ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗോലു ഇന്നലെ രാത്രി ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലാണ് റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ജയസാധ്യതകൾ മനസ്സിലാക്കാൻ റിപ്പോർട്ട് ഉപയോഗപ്പെടുത്തുമെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ UDF നേതൃത്വമായിരിക്കും അന്തിമ തീരുമാനം എടുക്കുകയെന്ന് കൺവീനർ അടൂർ പ്രകാശ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. നിയമസഭയിൽ 85 സീറ്റ് ഉറപ്പെന്ന കണക്കെടുപ്പിൽ കോൺഗ്രസ് മലപ്പുറത്തും മധ്യകേരളത്തിലും മുന്നണി വൻ നേട്ടമുണ്ടാക്കും. വിജയസാധ്യത മണ്ഡലങ്ങളുടെ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ സുനിൽ കനഗോലു കോൺഗ്രസ് ക്യാമ്പിൽ അവതരിപ്പിച്ചു. തദ്ദേശ ഫലം അതേപടി പ്രതിഫലിക്കില്ലെന്നും ജാഗരൂകരാകണമെന്നുമാണ് പ്രവർത്തകർക്ക് നേതൃത്വത്തിന്റെ മുന്നറിയിപ്പ്. 2026 കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിനെ പറ്റി ഇലക്ഷൻ കമ്മീഷന്റെ വലിയൊരു ഭാരം ഒഴിവായിട്ടോ. വളരെ സിമ്പിളായി കാര്യങ്ങളൊക്കെ. കേരളത്തിൽ ഏതാണ്ട് 85 നിയമസഭാ മണ്ഡലങ്ങളിലെ വിജയികളെ ഏതാണ്ട് ഒരു തീരുമാനമായി കഴിഞ്ഞു. അത് സുൽത്താൻ ബത്തേരിയിൽ നടന്ന KPCC നടത്തിയ ലക്ഷ്യ 26 നമ്മുടെ വയനാട്ടിലെ സുൽത്താൻ ബത്തേരി വെച്ചിട്ട് നടന്ന ഒരു സമ്മിറ്റ് കോൺഗ്രസ് നേതാക്കളൊക്കെ പല തീരുമാനിച്ച് ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ സീറ്റുകളിലാണ് കോൺഗ്രസ് വിജയിക്കുക എന്ന് അവർ ഇന്നലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പം ഇനി 140 സീറ്റിൽ 85 പോയി കഴിഞ്ഞു വെച്ചാൽ ഒരു 40, 20, 65 സീറ്റുണ്ട് അല്ലേ? 65 55 സീറ്റ്. കാരണം 15, 40, 55 സീറ്റ് ബാക്കിയുണ്ട്. ഈ 55 സീറ്റിലെ BJPക്കാർക്ക് എത്ര വേണമെന്ന് അവരും കൂടെ എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവരിനി എത്ര വേണമെന്ന് പറയുന്ന അറിയില്ല. ഒരു 10-20 സീറ്റിൽ കൂടുതൽ അവർ ചോദിക്കുമെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ഒരു 25 സീറ്റും അങ്ങോട്ട് പോയാൽ അല്ലെങ്കിൽ ഒരു 20 സീറ്റ് മതി നിൽക്കുക. അപ്പോൾ ബാക്കി ഒരു 35 സീറ്റ് ഉണ്ടാവും. അത് LDFന് സ്ഥാനാർത്ഥികളെ അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ കേരളക്കാർക്കും സമാധാനമായി വലിയ ഇലക്ഷൻ പ്രചരണവും സ്റ്റണ്ടും കൂത്തും ബഹളമൊന്നും ഇല്ലാണ്ട് അവർക്ക് ഓരോരോ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ 140 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിശ്ചയം കഴിഞ്ഞു. അങ്ങനെ കോൺഗ്രസ് അതിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ബന്ധത്തെ ആ ലക്ഷ്യയിൽ പ്രഖ്യാപിച്ചോ തീരുമാനിച്ചോ എന്നറിയില്ല. അത് വലിയ താമസമില്ലാണ്ട്, കാരണം അവിടെ തെരഞ്ഞെടുപ്പ് ഒരു പ്രയാസം ഉണ്ടാവില്ല. ഒരു 5-6 പേര് മാത്രമേ ഉള്ളൂ അതിൻ്റെ നേതാക്കളായിട്ട്. ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മോഹമായിട്ട് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന വിവരമനുസരിച്ചിട്ട് ഒരു 5-6 പേരുണ്ട്. അത് മറ്റു പാർട്ടിക്കാർക്കൊന്നും അത്രത്തോളം ഇല്ല. പിണറായി CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ ചോദ്യമില്ല, ഒരൊറ്റ ആളുടെ പേരേ ഉള്ളൂ എന്നാണ് പറയണത്. BJPയിൽ സ്ഥിതി അറിയില്ല, കാരണം മോഹം കൊടുക്കും എന്നിട്ട് മറ്റൊരാളാവും. തിരുവനന്തപുരത്ത് ഇപ്പം ഇന്നാണല്ലോ ആ വാർത്ത വന്നത്, മേയറാക്കാന്ന് പറഞ്ഞ ആ ശ്രീലേഖ മാഡം പാവം വലിയ സ്വപ്നമൊക്കെ കണ്ടത് ഈ സ്വപ്നത്തിൽ തന്നെ ഉണ്ട്, അവശേഷിച്ചു പോയി. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ VV രാജേഷ് മേയറായിരിക്കുന്നു. അപ്പം ഇന്ന് വലിയ സങ്കടത്തിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. കോൺഗ്രസ്സിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതങ്ങ് തുടങ്ങിയിട്ടുണ്ട്. VD സതീശൻ എന്തായാലും ഫസ്റ്റ് പ്രയോറിറ്റി. നമ്മുടെ വയസ്സിൽ സീനിയോറിറ്റി രമേശ് ചെന്നിത്തലയാണെങ്കിലും പലരും പറയണ ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി എന്ന് പറയുന്നു. പിന്നെ KC വേണുഗോപാൽ, മുല്ലപ്പള്ളി രാമേന്ദ്രൻ വരും എന്ന് പറയുന്നു. നമ്മുടെ സുധാകരനുണ്ട്, മുരളീധരനുണ്ട്. അങ്ങനെ ഡസൻ കണക്കിന് നേതാക്കൾ അതിൽ അവൈലബിൾ ആണ്. ഇത്രയും പ്രബലരായ നേതാക്കളുള്ള പാർട്ടികൾ വേറെയില്ല. എന്തായാലും ആ കാര്യത്തിൽ നമുക്കൊരു തീരുമാനത്തിലെത്താം. 85 സീറ്റ് UDF പ്രഖ്യാപിച്ചു കഴിഞ്ഞു, വിജയികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ ജില്ല തിരിച്ചിട്ടുള്ള കണക്കും അവരിതാ ഈ കാണിക്കുന്നതാണ്. ഓരോ ജില്ലയിലും ഇത്ര സീറ്റുകളുണ്ട്. എല്ലാ ജില്ലകളിലും ചില ജില്ലകളിലൊക്കെ പാവമില്ല, കഷ്ടം തോന്നുന്നു. CPM-നെ സംബന്ധിച്ചിടത്തോളം വട്ടപൂജ്യം. കാരണം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വട്ടപൂജ്യം കൊടുത്ത ജില്ലകളിലൊക്കെ തന്നെ തോണം CPM-ന് അങ്ങോട്ട് വട്ടപൂജ്യം കൊടുത്താലോ എന്ന് അവരൊരാലോചനയിൽ തീരുമാനത്തിൽ എത്തിച്ചേർന്നു പറയുന്നത്. അതാണ് മുഴുവൻ ഇരുന്ന് ചർച്ച ചെയ്ത് അതൊക്കെ ഈ കനഗോലു എന്ന് പറയുന്ന ഒരു സൈദ്ധാന്തികനുണ്ട്. അവർ ആ സൈദ്ധാന്തികനെ വെച്ച് ആ കനഗോലു ഒരു കണക്ക് കൊടുത്തു. ഇതൊക്കെയാണ് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കനഗോലു കൊടുത്ത ഫിഗറാണത്രേ ജയിച്ചു വന്നത്. അത് VD സതീശൻ അറിയാം. VD സതീശൻ എന്ന് പറയുന്നും കൂടിയുണ്ട്. ആ VD സതീശൻ പറയുന്നത് ഞാൻ പറഞ്ഞില്ല, എപ്പോഴും പറഞ്ഞില്ലേ, 4 കോർപ്പറേഷൻ എത്ര ആ കണക്കൊക്കെ വളരെ കൃത്യമായി വന്നു. അതുപോലെ ഈ 85 എന്നുള്ളത് അവരുടെ സ്വപ്നമാണ് കേട്ടോ. ഇത് കോൺഗ്രസ്സിന് മാത്രം കിട്ടുന്ന സീറ്റാണെന്നും ചിലർ സ്വകാര്യമായിട്ട് പറയുന്നുണ്ട്. സഖ്യകക്ഷികളൊക്കെ ആകുമ്പോഴൊക്കെ ഏതാണ്ട് 100ന്റെ മേലെ പോകുന്ന പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ CPM-ന്റെ കഥ പറയേണ്ട കാര്യമില്ല. എവിടെ എത്തി നിൽക്കുമോ എന്തോ അറിയില്ല. എന്തായാലും നമ്മൾ വോട്ടർമാർ ഭാഗ്യവന്മാർ. ഇലക്ഷൻ കമ്മീഷന് വളരെ സൗകര്യമായി. വലിയ കോടിക്കണക്കിന് രൂപ കേരളത്തിന് ലാഭം കിട്ടാൻ തെരഞ്ഞെടുപ്പില്ല, കോലാഹലങ്ങളില്ല, നമ്മൾ വോട്ട് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. ഏകപക്ഷീയമായിട്ട് ഈ സ്ഥാനാർത്ഥികളൊക്കെ അങ്ങ് വിജയിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ
വളരെ ഉപകാരം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.